കോട്ടയം സ്വദേശിയായ അനന്തു അജിയുടെ അസ്വാഭാവിക മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് RSS ദക്ഷിണ കേരള കോട്ടയം വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലും മറ്റു ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രത്യക്ഷപ്പെട്ട അനന്തുവിൻ്റെ ആത്മഹത്യാക്കുറിപ്പിനെക്കുറിച്ചും അന്വേഷിക്കുക തന്നെ വേണം. അനന്തുവിൻ്റെ മരണത്തിലേക്ക് നയിച്ചതായി പറയുന്ന കുറിപ്പിൽ സംഘത്തിന് എതിരെ സംശയകരവും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് ഉള്ളത്. കണിശവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. സ്വതന്ത്രമായ അന്വേഷണത്തിലൂടെ അനന്തുവിൻ്റെ അസ്വാഭാവിക മരണത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയാനും ഈ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ RSSൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും കഴിയുമെന്ന് RSS ദക്ഷിണ കേരള സഹപ്രാന്ത് കാര്യവാഹ് KB ശ്രീകുമാർ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അനന്തുവിൻ്റെ കുടുംബം വർഷങ്ങളായി RSSുമായി അടുത്ത് പ്രവർത്തിക്കുന്നവരാണ് എന്നും യുവാവിൻ്റെ അച്ഛൻ അജി കാര്യകർത്തായിരുന്നുവെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ഇത് ദുഃഖകരവും ദൗർഭാഗ്യകരവുമായ സംഭവത്തിൽ RSS കുടുംബത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുക തന്നെ ചെയ്യും. അതേസമയം RSS ശാഖയിൽ പലരിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിട്ടുവെന്ന് ആരോപിച്ച് ജീവനൊടുക്കിയ കോട്ടയം സ്വദേശി അനന്തു അജിയുടെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താനിരിക്കുകയാണ് പോലീസ്. ആരെയും പ്രതി ചേർക്കാതെയാവും കുറ്റം ചുമത്തുന്നത്. തമ്പാനൂർ പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് അനന്തുവിനെ തിരുവനന്തപുരം തമ്പാനൂർ ഹോട്ടലിലെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പും ലഭിക്കുകയായിരുന്നു. കുട്ടിക്കാലത്ത് വീടിന് സമീപത്തെ RSS ശാഖയിൽ വെച്ച് നിരന്തരമായി ലൈംഗിക ചൂഷണം നേരിട്ടു എന്നായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അനന്തുവിൻ്റെ ആരോപണം ഗുരുതരമാണ് എന്നും സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്നും പ്രിയങ്ക ഗാന്ധി MP ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും DYFI ബ്ലോക്ക് കമ്മിറ്റിയും കാഞ്ഞിരപ്പള്ളി DYSPയ്ക്കും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. യുവാവിൻ്റെ മരണം സംബന്ധിച്ച് വീട്ടുകാർ പരാതി നൽകിയിട്ടില്ല. RSS താലൂക്ക് ഭാരവാഹിയായിരുന്നു യുവാവിൻ്റെ അച്ഛൻ. ഇദ്ദേഹം 2019 വാഹനാപകടത്തിൽ മരിക്കുകയായിരുന്നു. യുവാവിൻ്റെ മരണമൊഴി വിശ്വസിക്കുന്ന ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെക്കുറിച്ച് പിതാവിനൊപ്പം പ്രവർത്തിച്ചിരുന്ന RSS പ്രവർത്തകർ സംശയം ഉയർത്തിയിട്ടുണ്ട്. പിതാവിൻ്റെ ശാഖയിലാണ് യുവാവ് ബാല്യകാലം മുതൽ ഉണ്ടായിരുന്നതെന്നും പോസ്റ്റിലെ ആക്ഷേപങ്ങൾ അവിശ്വസനീയമാണ് എന്നുമാണ് അവർ സമൂഹ മാധ്യമത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. യുവാവിൻ്റെ ഐഡിയിൽ മറ്റാരെങ്കിലും പോസ്റ്റ് ഇടാനുള്ള സാധ്യത അന്വേഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം. മരണശേഷം പുറത്തുവരുന്ന രീതിയിൽ ഷെഡ്യൂൾ ചെയ്താണ് അനന്തു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. RSS പ്രവർത്തകർക്കും സംഘടനയ്ക്കുമെതിരായിട്ടാണ് 15 പേജുകളിലായി അനന്തുവിൻ്റെ ആരോപണങ്ങൾ. 4 വയസ്സ് മുതൽ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഏൽക്കേണ്ടി വന്നുവെന്നും RSS ക്യാമ്പിൽ നിന്നാണ് ദുരനുഭവങ്ങൾ നേരിട്ടത് എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഇതോടെ കടുത്ത വിഷാദ രോഗത്തിലാവുകയായിരുന്നു. അമ്മയും സഹോദരിയും ഓർത്താണ് ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത് എന്നും അനന്തു പറയുന്നുണ്ട്. RSSൽ ഇരകൾ വേറെയുമുണ്ട്. സംഘടനയിൽ നിന്നും പുറത്തു വന്നതുകൊണ്ടാണ് ഇത് തുറന്നു പറയാൻ കഴിയുന്നത് എന്നും അനന്തുവിൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ട്.